നമസ്കാരം സ്റ്റാലിൻ ദേവൻ സാർ. നമസ്കാരം സാറേ, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലർ സുഗതനുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തി നിൽക്കുകയാണ്. സുഗതനെ സസ്പെൻഡ് ചെയ്യാനുള്ള, അതായത് അയോഗ്യനാക്കാനുള്ള ഒരു അവസരം തേടി പ്രതിപക്ഷം LDFും UDFും വലിയ പരിശ്രമമാണ് നടത്തിയത്. പക്ഷേ അത് ചീറ്റിപ്പോയി. ഇപ്പോഴിതാ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമ, അവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന പരീക്ഷ എഴുതി ജോലിയിൽ പ്രവേശിച്ചവരാണ്. ആ അണ്ടർ സെക്രട്ടറി മന്ത്രിയുടെ നിർദ്ദേശം, അതായത് സുഗതന് അനുകൂലമായി നിലപാടെടുക്കരുത് എന്ന മന്ത്രിയുടെ നിർദ്ദേശം അനുസരിക്കാത്തതിന് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ സസ്പെൻഷൻ നിയമപരമായി നിലനിൽക്കുന്നതാണോ? ഡോക്ടർ ചിത്ര പി അരുണിമ നിയമം വിട്ട്, വഴിവിട്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഡോക്ടർ ചിത്ര പി അരുണിമയുടെ സസ്പെൻഷൻ നിലനിൽക്കുമോ? അവർക്കതിനെ ഹയർ അതോറിറ്റിയിൽ, അതായത് ട്രൈബ്യൂണൽ പോലെയുള്ള ഉന്നത സ്ഥാപനങ്ങളിൽ, ഏജൻസികളിൽ ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ലേ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങ് സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന ആളാണ്, നിയമം നന്നായിട്ട് പഠിച്ചയാളാണ്. ഈ വിഷയത്തിൽ എന്താണ് സാർ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ കഴിയുക? ആരുടെ ഭാഗത്താണ് സത്യം, ആരുടെ ഭാഗത്താണ് നീതി? ഈ ഉദ്യോഗസ്ഥയെ ബലിയാടാക്കുകയാണോ അതോ സർക്കാർ പറയുന്നതാണോ ശരി? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇതില് ആദ്യമായിട്ട് ചെയ്യേണ്ടത് KM ഷാജി രാജിവെക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം ചെയ്തിരിക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സത്യപ്രതിജ്ഞയിൽ പറയുമല്ലോ, അതായത് ഭീതിയോ പക്ഷപാതമോ കൂടാതെ, അല്ലെങ്കിൽ സ്നേഹമോ വിദ്വേഷമോ കൂടാതെ നീതിപൂർവമായി ഞാൻ പെരുമാറും എന്നാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫയലില് ഇതുപോലെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ മന്ത്രിക്ക് അവകാശമുണ്ടോ, അധികാരമുണ്ടോ? ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ റൂൾസും ആക്ടും ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് അവർ അതിന്റെ നിയമവശമാണ് പറയുന്നത്. അപ്പോ നിയമവിരുദ്ധം ഈ സുഗതന് അനുകൂലമായ ഒന്നും ചെയ്യരുത് ഡയറക്ഷൻ കൊടുത്തു എന്നാണ് നമ്മൾ അറിയുന്നത്. അതെങ്ങനെ ഒരു മന്ത്രിക്ക് ചെയ്യാൻ പറ്റും? അപ്പോ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ KM ഷാജി രാജിവെക്കുകയാണ്. കാരണം അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം ചെയ്തിരിക്കുകയാണ്. രണ്ടാമത് നമുക്ക് നമ്മുടെ മറ്റേ വിഷയത്തിലേക്ക് വരാം. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വിഷയം പഠിപ്പിച്ചപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നത്തെ നമ്മുടെ മേയർ രാജേഷ് പോലും കാര്യങ്ങളെ പഠിച്ചിട്ടല്ല അദ്ദേഹം ഈ കൗൺസിൽ വന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം രാജേഷ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തി. അതായത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു മേയറുടെ കാസ്റ്റിംഗ് വോട്ട് എപ്പോഴാണ് വരുന്നത്, അദ്ദേഹത്തിന് അത്തരം അവസരത്തിൽ എത്ര വോട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും ഈ രാജേഷിനും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഏറ്റവും അവസാനം അദ്ദേഹം ഒരു പേപ്പർ പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്നത് സർക്കാരിൽ നിന്ന് കിട്ടിയ സർക്കുലർ ആണെന്ന് പറയുന്നു. ഞാൻ ഒരിക്കലും അതങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ആ പേപ്പർ എന്ന് പറയുന്നത് സുഗതൻ കൊടുത്ത അപേക്ഷയ്ക്ക് സുഗതന് കൊടുത്ത ഒരു മറുപടിയുടെ കോപ്പിയാണ്, അല്ലാതെ ഇറ്റ് വാസ് നോട്ട് എ സർക്കുലർ. അപ്പോ ഈ മുനിസിപ്പാലിറ്റി ആക്ടിന്റെ സെക്ഷൻ 91(1)(k) പ്രകാരം അതിലുള്ള വേർഡിങ് നാം ശ്രദ്ധിക്കണം. അതായത് ഏതെങ്കിലും ഒരു കൗൺസിലിന്റെ അനുമതിയില്ലാതെ, അപ്പൊ കൗൺസിലിന്റെ അനുമതി വേണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് ഓറലി പറഞ്ഞാൽ ശരിയാവുമോ? ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണ്ടേ? അപ്പൊ രേഖാമൂലം അപ്പൊ അവധി അപേക്ഷ കൊടുക്കാൻ ഒരു കൗൺസിലർക്ക് മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം അവകാശമുണ്ട്. അടുത്തത്, ഈ കൗൺസിൽ അത് പിന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് മേയറുടെ ഇഷ്ടപ്രകാരമല്ല, 100% അത് കൗൺസിലിൽ വച്ചിരിക്കണം. അല്ലാതെ അതില് മേയർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ വെക്കേണ്ട, അങ്ങനെയുള്ള ഇതല്ല. ഹി ഹാസ് ടു 100% അത് കൗൺസിലിൽ വെച്ചിരിക്കണം. അടുത്തത്, ഇതിലൊരു തീരുമാനം എടുക്കേണ്ട അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് കൗൺസിലാണ്, സർക്കാരുമല്ല, മറ്റാരുമല്ല. കൗൺസിലിനാണ് അതിനുള്ള പരിപൂർണമായ അവകാശം. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, ഈ
സുഗതൻ കൊടുത്ത അപേക്ഷ അതിന് സഫിഷ്യന്റ് ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. ആ സുഗതൻ കൊടുത്ത അപേക്ഷയിൽ അദ്ദേഹത്തിന് അവധി അനുവദിക്കാൻ തക്ക സഫിഷ്യന്റ് ഗ്രൗണ്ട്സ് ഉണ്ടെന്നാണ്. ആ അത് തീരുമാനിക്കുന്നത് അന്തിമമായിട്ട് കൗൺസിലാണ് ഓ തീരുമാനിക്കുന്നത്. ഓ അപ്പൊ ആ അത് ആ മുനിസിപ്പാലിറ്റി ആക്ട് എന്ന് പറയുന്നു. അതായത് ഈ സഫിഷ്യന്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി ആക്ടില് ഇത്തരത്തിലൊരു ഈ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ അപ്പോ അതിൽ തീരുമാനം എടുക്കേണ്ടത് ഈ കൗൺസിൽ തന്നെയാണ്. അപ്പൊ കൗൺസിൽ ഒരു തീരുമാനം ഏത് രീതിക്ക് എടുത്താലും അതിൽ പരാതി ഉള്ളവർക്ക് നേരെ ഇലക്ഷൻ കമ്മീഷനിൽ പോകാം. ഓ അതിനുശേഷം അത് ശരി. കോടതിയിലേക്കും. അപ്പോ പോവാം. ഈ സുഗതൻ എന്ത് ആപ്ലിക്കേഷനാ കൊടുക്കുന്നത്? സുഗതൻ ജൂലൈ മാസം 2-ാം തീയതി സർക്കാരിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നു. എന്തിനാണ്? എന്നെ എക്സ്പോർട്ട് ചെയ്ത് ഈ കൗൺസിൽ മീറ്റിംഗിൽ കൊണ്ടുപോകണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അതെ അപ്പൊ സുഗതൻ അറിയാമായിരുന്നു 1% പോലും അത് ഈ സർക്കാർ അനുവദിക്കാൻ പോണില്ല എന്നാണ് സുഗതനും അറിയാമായിരുന്നു. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതെ അതെ പിന്നെ എന്തുകൊണ്ട് സുഗതൻ അത്തരത്തിലൊരു ആപ്ലിക്കേഷൻ കൊടുത്തു? അതെ അതായത് സെക്ഷൻ 91 കെയിൽ പറയുന്നത് എന്താണ്? സ്വമേധയാ ഹാജരാകാതിരുന്നാലെന്നാണ്. അപ്പോ അതെ ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിലൂടെ ഓൺ റെക്കോർഡ് ഞാൻ കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സന്നദ്ധനാണെന്ന് അറിയുകയാണ്. ഭാവിയിൽ അതെ കോടതിയിലൊക്കെ പോകുമ്പോൾ ഇതിൽ തെളിവാണ് ഞാൻ ആ സന്നദ്ധനായിരുന്നു. പക്ഷെ അപ്പോ എന്നെ ഈ അനുവദിച്ചില്ല. സെക്ഷൻ അനുവദിച്ചില്ല. അപ്പൊ തെളിവ് വേണം. ഒരു തെളിവ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പോ ഉവ്വ്. ഈ ആപ്ലിക്കേഷൻ കൊടുത്തത് ആർക്കാണ്? ആഭ്യന്തര വകുപ്പിന്. അതെ കോർപ്പറേഷൻ വരുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിലല്ല, LSTD ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അതെ ഡിപ്പാർട്ട്മെന്റ് അടിയിലാണ്. തദ്ദേശ അപ്പോ സ്വയംഭരണ വകുപ്പ്. ഇതിലൊരു അഭിപ്രായം പറയാൻ വേണ്ടി ഈ ഫയല് അങ്ങോട്ട് അയച്ചപ്പോ എന്തായാലും ഈ മുനിസിപ്പാലിറ്റി ആക്ടിൽ ഒരിടത്തും ഈ എസ്കോർട്ടോട് കൂടി കൊണ്ടുപോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഇല്ല, ആ ഒരു സംഗതി ആക്ടിൽ വരുന്നില്ല. അപ്പോ ആ ഈ കുട്ടി സത്യം പറഞ്ഞ ഒരുപക്ഷെ ഈ ചിത്ര പി അരുണമ പോലും ആയിരിക്കില്ല. നല്ല മിടുക്കനായ ഒരു അസിസ്റ്റന്റ് ആയതുകൊണ്ടായിരുന്നു ഈ പുള്ളിയായിരിക്കും ആദ്യമായിട്ട് എഴുതിയത്. നാം ആ മനസ്സിലാക്കണം. ഈ ആ അവസാനം കൊടുത്ത ഈ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് ചിത്ര പി അരുണമ ആണെങ്കിലും ഒരുപക്ഷെ ആ ഇത് ഇന്റർപ്രറ്റ് ചെയ്യുക, ഈ മുനിസിപ്പാലിറ്റി ആക്ടിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഈ ഫയലിൽ ആദ്യമായിട്ട് എഴുതിയത് ഒരു മിടുക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ അസിസ്റ്റന്റ് ആയിരിക്കും. ആ അപ്പൊ ഇത് ഈ വിഷയത്തിൽ ഉള്ള റൂളും അല്ലെങ്കിൽ നിയമവും ചട്ടവും ഒക്കെയാണ് അവിടെ എഴുതിയത്. ഈ ഫയല് ഒരു മന്ത്രി കാണേണ്ട ആവശ്യമില്ലെന്നേ. കാരണം അവിടെ സെക്രട്ടേറിയറ്റ് ഓരോ തലത്തിലും ഓരോ ഉദ്യോഗസ്ഥനും എന്തൊക്കെ കുറെ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അണ്ടർ ഉവ്വ്. സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി തലങ്ങളിലാണ്. അപ്പൊ അവർക്ക് തീരുമാനം എടുക്കാവുന്ന വിഷയത്തിൽ അവർക്ക് തീരുമാനം എടുക്കാം. അതെ ഇപ്പൊ നമ്മുടെ ഈ പഴയ ആവാസ മന്ത്രി ശിവൻകുട്ടി എന്താ പറഞ്ഞത്? ഇത് നയപരമായ തീരുമാനമാണ്. ചിരിക്കാതിരിക്കാൻ പറ്റൂ. ഇതെങ്ങനെയാണ് ഒരു നയപരമായ തീരുമാനമാവുക? അടുത്തതായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി ചെന്നിത്തല അദ്ദേഹം ഇതൊക്കെ രാഷ്ട്രീയ കല്യാണമാണ്. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അങ്ങനെ ഒരു കത്ത് കൊടുക്കും. അതെങ്കിൽ അന്വേഷണം നടക്കുമെന്നും പറയും. ആ വിദ്വാൻ ഒരു അന്വേഷണം നടത്തുന്നു. അപ്പോഴെന്താണ് ജയം ഷാജി വിചാരിച്ചു ഞാനും ഒരു ഗോൾ അടിച്ചു കളയാം. അങ്ങനെയാണ് അദ്ദേഹം ഈ കുട്ടിയെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തത്. ഇത്രയും കാര്യങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ നിയമത്തിൽ പറഞ്ഞ കാര്യം ഒരു ഉപദേശ രൂപേണ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് ഈ സസ്പെൻഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജയം ഷാജി സത്യപ്രതിജ്ഞ ലംഘനം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം അടിയന്തരമായിട്ട് രാജിവെക്കാൻ ബാധ്യത. ഇത് നമുക്ക് അതായത് ഈ രാജേഷിന്റെ വിഷയത്തിലേക്ക് ഈ കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ രാജേഷ് ഒരു പേപ്പർ പൊക്കി കാണിച്ചിട്ട് പറയുന്നു, ആഭ്യന്തര വകുപ്പിൽ നിന്നും ഒരു കത്ത് വന്നിട്ടുണ്ടോ, അതിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അഥവാ ഇങ്ങനെ ഒരു കത്ത് ഇല്ലാതിരുന്നുവെങ്കിൽ രാജേഷ് ഇദ്ദേഹത്തിന്റെ അവധി അപേക്ഷ പരിഗണിക്കും 100%. അപ്പൊ അവിടെ അതിനൊരു പ്രസക്തിയേ ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ലീവ് ആപ്ലിക്കേഷൻ പരിഗണിക്കപ്പെട്ടത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മുനിസിപ്പാലിറ്റി ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. അപ്പൊ എല്ലാ ആൾക്കാരും നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലോ. ഈ കാണുന്ന ആൾക്കാരും വിചാരിക്കും അത് ആഭ്യന്തര വകുപ്പിൽ നിന്നും പെർമിഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പരിഗണിക്കും. അല്ല,
നിയമപരമായിട്ട് സുഗതന് ആഭ്യന്തര വകുപ്പ് പറഞ്ഞാലോ ഇല്ലെങ്കിലോ അദ്ദേഹത്തിന് 100% ഇത്തരത്തിലൊരു അവധി അപേക്ഷ സമർപ്പിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു. ഇത് പരിഗണിക്കാൻ കൗൺസിൽ ബാധ്യസ്ഥമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിൽ പരിഗണിച്ചത്. ആൻഡ് കൗൺസിൽ ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ടു ഡിസൈഡ്. മറ്റാരുമല്ല. അതിൽ കൗൺസിൽ തീരുമാനം എടുക്കുക. ഇത്രയും കാര്യം രാജേഷ് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നില്ല, ഞാൻ എന്റെ കാശ് ഇങ്ങോട്ട് ഉപയോഗിച്ചു. ഇതും സാധാരണഗതിയിൽ ആർക്കും അറിവുള്ള കാര്യം. കാരണം അസംബ്ലിയിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ സ്പീക്കർക്ക്, നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്പീക്കർ വോട്ട് ചെയ്യാൻ പാടില്ല. അതിനെയാണ് റെഗുലർ വോട്ട് അല്ലെങ്കിൽ ഡെലിബറേറ്റ് വോട്ട് എന്ന് പറയുന്നത്. അതൊക്കെ എല്ലാവരും ചെയ്യുന്ന വോട്ടാണ്. അപ്പൊ സ്പീക്കർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ അസംബ്ലിയിൽ ഒരു കൈ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കർക്ക് വോട്ട് ചെയ്യാം. അവിടെ പറയുന്ന കാസ്റ്റിംഗ് വോട്ട് അതാണ്. എന്നാൽ നമ്മൾ കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു മാറ്റർ കോർപ്പറേഷന്റെ കൗൺസിൽ മുന്നിൽ പരിഗണനയ്ക്ക് വരികയാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട, അവിടെ പ്രസന്റ് ആയിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കൗൺസിലർമാരും വോട്ട് ചെയ്യണം. അപ്പോ രാജേഷ് അവിടെ ഒരു വോട്ട് ചെയ്യും. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കൗൺസിലറും വോട്ട് ചെയ്യണം. മേയർ ഓട്ടോമാറ്റിക്കലി മേയർ കൗൺസിലറാണ്, തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണ് മേയർ. മേയർ വോട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു ടൈം വരികയാണെങ്കിൽ ഈ മേയർക്ക് ബീങ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഒരു വോട്ട് കൊടുക്കും. അസംബ്ലിയെ പോലെ അങ്ങനെ ഒരു അതാണ് കോർപ്പറേഷനിലെ കാസ്റ്റിംഗ് വോട്ട്. ഇത് അവിടെ മേയറായിട്ടിരിക്കുന്ന രാജേഷ് എന്ന് പറയില്ല. അപ്പൊ ഇത്രയും വലിയൊരു ഇഷ്യൂ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഹോംവർക്ക് ഉണ്ടല്ലോ, ഈ മുനിസിപ്പാലിറ്റി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഹോംവർക്ക് രാജേഷും ചെയ്തില്ല, ചെയ്തില്ല, ശിവൻകുട്ടിയും ചെയ്തില്ല, കെ എം ഷാജിയും ചെയ്തില്ല, ആ അണ്ടർ സെക്രട്ടറി മാത്രമാണ് ചെയ്തത്. അവര് ഒരു നിയമത്തിൽ എങ്ങനെയാണ് യു ഫോളോ ദിസ് വേ എന്ന് ഒരു ഡയറക്ഷൻ മാത്രം കൊടുത്തു. അപ്പൊ എന്ത് പറ്റി? ഇവിടെ തന്നെ നിങ്ങൾ തന്നെ ഉൾപ്പെടെ പറയാറുണ്ട്, ഇവിടെ BJP CPM സഖ്യം, കോൺഗ്രസ് പിന്നെ BJP സഖ്യം, ഇതൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാനിപ്പോ പറഞ്ഞ മനസ്സിലല്ലോ, കാസ്റ്റിംഗ് വോട്ട് കൗൺസിലിലെ വോട്ടിംഗ് 50 ആയിരുന്നെങ്കിൽ പോലും സുഗതന്റെ ഈ ലീവ് ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യപ്പെടുമായിരുന്നു. കാരണം എന്താണ്? അപ്പോഴ് രാജേഷിന് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ CPMന്റെ മെമ്പർ വരാതിരുന്നതോ, അപ്പുറത്തുനിന്ന് ഒരാൾ ഇപ്പുറത്തോട്ട് ചാടിയതോ, സ്വതന്ത്രൻ, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിൽ ഇങ്ങനെ ഒരു കത്തയച്ചതോ ഒന്നും തന്നെ ഇറലവന്റ് ആയിരുന്നു. ഇവൻ നമ്മുടെ കോർപ്പറേഷനിൽ 50 നിന്നിരുന്നു എങ്കിൽ പോലും അപ്പോൾ രാജേഷിന് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനും സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിക്കാനും പറ്റുമായിരുന്നു. അപ്പൊ ഇതൊന്നും അറിയാതെയും പശുക്കാനും ഇവരെല്ലാം കിടന്ന് ഈ വേളം കൂട്ടും. ഇതിന് വിവരമുള്ളതെന്ന് പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവരമുള്ളതെന്ന് പറയുന്നത് ആ അണ്ടർ സെക്രട്ടറി കൂട്ടി മാത്രമാണ്, ചിത്രാർത്ഥിയാണ്. അവിടെ എന്റെ ഒരു ചോദ്യം അങ്ങ് പറഞ്ഞോളൂ. സാർ, അങ്ങനെയെങ്കിൽ നിയമം അനുസരിച്ച, ചട്ടങ്ങൾ പാലിച്ച ഈ അണ്ടർ സെക്രട്ടറിയെ മന്ത്രിയും കൂട്ടരും ചേർന്ന് വേട്ടയാടുകയാണോ? ഈ അണ്ടർ സെക്രട്ടറിക്ക് നീതി ലഭിക്കേണ്ടതല്ലേ? അവർ ഇനി ഈ സസ്പെൻഷനെതിരായിട്ട് അവരെന്താണ് ചെയ്യേണ്ടത്? അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് അവരാരെയാണ് സമീപിക്കേണ്ടത്? അതുകൂടി ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാമായിരുന്നു. ഒരു കാര്യമല്ല, ഈ അണ്ടർ സെക്രട്ടറിക്ക് നമ്മുടെ ട്രൈബ്യൂണലിൽ പോകാൻ പറ്റും. പക്ഷെ സാധാരണഗതിയിൽ എന്താണെന്ന് അറിയാം, ആരും പോകത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം അങ്ങോട്ട് പോകാറില്ല. കാരണം ഞാൻ എന്റെ പല കുട്ടികളോടും പറയാറുണ്ട്, നിങ്ങൾക്ക് കഴിവും കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ IASന്റെ പിറകിലും പോകാൻ പാടില്ല. കാരണം കുത്തിയിരുന്ന് പഠിച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഈ IASും പാസ്സായി വരുമ്പോൾ അവർ ജോലി ചെയ്യുന്നത് ഈ പൂങ്കുട്ടിയെ പോലെയുള്ള ആൾക്കാരുടെ കീഴിലാണ്. അവരെന്തു പറയണോ അവളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതം അസഹ്യമാണ്. നമ്മുടെ സർക്കാരിനായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പിന്നെ രാഷ്ട്രീയക്കാർക്ക് നമ്മൾ പീഡിപ്പിക്കാൻ പറ്റും. ആരും ഒരു കാര്യം, സെക്രട്ടേറിയറ്റിന്റെ ചരിത്രത്തിൽ ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് ഇല്ലായിരുന്ന ഏക വ്യക്തി ഞാൻ ഒരു സംഘടനയിലും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ ചെല്ലും, എന്റെ ജോലി ചെയ്യും, വീട്ടിൽ പോകും. കാരണം ഞാൻ എക്സർവീസ്മാൻ കൂടെ ആയതുകൊണ്ട് എന്നെ ട്രിവാൻഡ്രം ജില്ലയ്ക്ക് പുറത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ ഒരു കാര്യത്തിലാണ് ഞാൻ അവിടെ പിടിച്ചിരുന്നത്. മനസ്സിലായി? അപ്പോ ചിത്ര പി ആയതുകൊണ്ട് ഞാനാണ് ചിത്രയുടെ സ്ഥാനത്തെങ്കിൽ ചിരിച്ചോണ്ടിരുന്നത്. 6 മാസം വീട്ടിൽ ശമ്പളം വാങ്ങിച്ചില്ല. ആർക്കാണ് നഷ്ടം? സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആർക്കാണ് നഷ്ടം?
ചിത്രത്തിന് നഷ്ടമില്ല, സർക്കാരിനാണ് നഷ്ടം, ജനങ്ങൾക്കാണ് നഷ്ടം. ആ കുട്ടിക്ക് സുഖമായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് 6 മാസം എൻജോയ് ചെയ്യാം. അപ്പോ ഈ രാഷ്ട്രീയക്കാര് അവരുടെ മുഖം രക്ഷിക്കുന്നത്. ഈ രാജേഷ് ഒരു ഭൂഗത തുറന്നു വിട്ടല്ലോ, ആഭ്യന്തര വകുപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അപ്പൊ ആഭ്യന്തര വകുപ്പിന് അതിൽ രക്ഷപ്പെടുന്നുണ്ട്. എങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്കൊരു സസ്പെൻഷൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ കുട്ടി പറഞ്ഞതാണ് 100% നിയമപരമായ കാര്യം. ഈ കൗൺസിൽ തീരുമാനവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിനോ സർക്കാരിനോ തന്നെ ഒരു ഇന്റർഫിയറൻസും നടത്താൻ കഴിയില്ല. അതിന്റെ പൂർണ്ണ അവകാശം, അധികാരം, ഉത്തരവാദിത്തം കൗൺസിലിന് മാത്രമാണ്. സുഗതന് 100%, ഈ ആഭ്യന്തര വകുപ്പിന് ഈ കത്ത് പോയിരുന്നുവെങ്കിലും ഇല്ലാതിരുന്നുവെങ്കിലും സുഗതന് 100% നിയമപരമായിട്ട് ഒരു അവധി, ശാരീരിക അവധിക്കുള്ള ആപ്ലിക്കേഷൻ നൽകാൻ കഴിയുമായിരുന്നു. അത് കൗൺസിലിന് പരിഗണിക്കേണ്ടി വന്നതിന് ഈ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അത് പാസ്സാക്കപ്പെടുകയോ തള്ളിക്കളയുകയോ ചെയ്യപ്പെടുമായിരുന്നു. അതുകൊണ്ട് ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞ് വലിയ ചർച്ചയും അതുപോലെ ഈ പെൺകുട്ടിയെ പിടിച്ചിട്ട് സസ്പെൻഷനുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തികച്ചും നിയമവിരുദ്ധമായ കാര്യമാണ്. എന്തായാലും ചിത്ര പി. അരുണിന് ഇതേ സർക്കാരിന് തന്നെ തിരിച്ചെടുത്തേ പറ്റുമെന്ന് ഒരു ദിവസം. അത് പിന്നെ ആ കുട്ടി പഠിച്ച കേസ് 6ാം റാങ്കൊക്കെ വാങ്ങിച്ചെന്ന് പറയുന്നു. അപ്പോൾ അത് ചരിത്രത്തിൽ ആദ്യമായി KSC സസ്പെൻഷൻ കിട്ടുന്ന ആള് ഈ കുട്ടിയുടെ പേരിലായിരിക്കും നിൽക്കാൻ പോകുന്നത് ചരിത്രത്തിൽ. ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ ഈ ഇപ്പൊ തന്നെ നമ്മുടെ പ്രശാന്ത് IAS 2 വർഷം സസ്പെൻഡ് ചെയ്തിരുന്നു. ആർക്കാണ് നഷ്ടം? സർക്കാരിനാണ്, പൊതുജനങ്ങൾക്കാണ് നഷ്ടം. ഇത് ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ, സത്യപ്രതിജ്ഞ ലംഘനം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും കുറച്ച് ചേർന്ന് കളിക്കുന്നത് ഈ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ സാർ ശരിക്കും ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോയാൽ മന്ത്രി ഷാജിയുടെ കസേര തെറിക്കും, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെ? നിയമ പോരാട്ടത്തിൽ കൂടി ഷാജിയുടെ കസേര തെറിക്കിട്ടില്ല. ഈ കുട്ടി നിയമ പോരാട്ടം നടത്തി കഴിഞ്ഞാൽ അതിനെ റീഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ പറയൂ. അല്ലാതെ ഒരു കോടതിക്ക് മന്ത്രിയുടെ ഇറങ്ങിപ്പോകാൻ പറയുന്നു. ഇതൊക്കെ ധാർമ്മികത ഉണ്ടെങ്കിൽ ഷാജി അപ്പൊ രാജിവെക്കേണ്ടതാണ്. പണ്ട് K. കരുണാകരൻ രാജിവെച്ചതുപോലെ രാജൻ കേസിലെ. അല്ലാതെ എന്നൊക്കെ രാജിവെക്കൂ. ഒരിക്കൽ 10 വർഷം ഞങ്ങൾ നഷ്ടമൊക്കെ നികത്താൻ വേണ്ടി കയറിയിരിക്കണോ ഒരു രാജിവെക്കുന്ന ദോഷമുണ്ടോ? ചിത്ര ഒരു പെൺകുട്ടിക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ചിത്രയ്ക്ക് ഇദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു, മന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യതയില്ല, നമ്മുടെ കൗൺസിലേഴ്സിന്റെ സത്യപ്രതിജ്ഞ ശരിയില്ല എന്ന് പറഞ്ഞു പോയി. അതുപോലെ ഇദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാം. പക്ഷെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഈ മന്ത്രി സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു എന്നും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നും ഉള്ളത് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. എന്തായാലും സാർ, എനിക്ക് ഒരു ചോദ്യം കൂടി, ഒരു കാര്യം കൂടി അങ്ങയോട് ചോദിക്കാനുണ്ട്. അതായത് ഈ വാസ്തവത്തിൽ രാജേഷ് വളരെ തന്ത്രപരമായി LDFനെയും UDFനെയും ഒരുപോലെ രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണോ ആ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് അല്ലെങ്കിൽ സർക്കുലർ എന്ന് പറഞ്ഞൊരു കടലാസ് ഉയർത്തി കാണിച്ചത്? അതിനുള്ള സാധ്യതയല്ലേ കൂടുതല്? രാജേഷും നിയമം പഠിച്ച ഒരാളാണ്, നിയമം അറിഞ്ഞൂടാത്ത ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജേഷ് വളരെ തന്ത്രപൂർവ്വം നമ്മള് 3 വർഷമോ 5 വർഷമോ ലോ കോളേജിൽ പോയി നിയമം പഠിച്ചോന്ന് വെച്ചാൽ നമുക്കൊരു നിയമം അറിയണമെന്നില്ല. നമ്മൾ വർഷാവർഷം ഈ കോടതിയിൽ കയറി ഇറങ്ങി അത് ലോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ നമ്മൾ മാസ്റ്റേഴ്സ് ആകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോ രാജേഷ് എന്തെങ്കിലും അതിഭയങ്കരമായ കൃത്യം ചെയ്തു എന്നൊന്നും ഞാൻ, ഹീസ് എ വെരി ഗുഡ് മാൻ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. CPMന്റെ കണ്ണിലെ കരടാണെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജേഷ് കൃത്യമായ ഗൃഹപാഠം ചെയ്തിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, ഒരു 50 ആയിരുന്നെങ്കിൽ പോലും ഈ രാജേഷിന്റെ ഭാഗം അതായിരുന്നു പഠിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ ലൈനില് മേയർ സംസാരിച്ചിരുന്നുവെങ്കിൽ മേയറുടെ ക്രെഡിബിലിറ്റി കൂടിയ ഇദ്ദേഹം ഒരു പേപ്പർ എടുത്ത് കാണിച്ചിട്ട് ഇതായത് ഒരു സർക്കുലറാണ്, ബേസിക്കലി ടീച്ചറുടെ സർക്കുലർ പ്രകാരം സർക്കാർ പറഞ്ഞിരുന്നു, അത് ഞങ്ങൾ ചെയ്തു എന്നുള്ള ഒരു പ്രതീതി സമൂഹത്തിൽ അദ്ദേഹം ഉയർത്തി എന്നുള്ള സത്യം. അതുകൊണ്ടാണ് എല്ലാവരും BJP കോൺഗ്രസ് സഖ്യം അല്ലെങ്കിൽ BJP CPM സഖ്യം എന്നൊക്കെ പറയുന്നത്. ഇത് നിയമപരമായി മാത്രം ഈ ഇഷ്യൂവിനെ സമീപിച്ചിരുന്നുവെങ്കിലും ഈ ചർച്ചകളൊന്നും കൂടാതെ, സപ്പോസ് ഈ സുഗതൻ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക, ഇത്തരത്തിലുള്ള അണ്ടർ സെക്രട്ടറിയുടെ തീരുമാനവും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക,
എന്താ സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കപ്പെടില്ലായിരുന്നു, അദ്ദേഹത്തിന് അവധി കിട്ടില്ലായിരുന്നു, അപ്പോഴും കിട്ടുമായിരുന്നു. തീർച്ചയായിട്ടും അവധി കിട്ടേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ പറയണം സാർ. അല്ല, അപ്പോഴാണ് രാജേഷിന് കാസ്റ്റിംഗ് വോട്ടിന്റെ പ്രസക്തി കൂടെ പറഞ്ഞത്. രാജേഷിന് 2 വോട്ട് ചെയ്യാൻ വരുന്നു. ആദ്യം ഒരു വോട്ട് ടൈ ആയിരുന്നെങ്കിൽ രാജേഷിന് വീണ്ടും ഒരു വോട്ട് കൊണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ രാജേഷിന് അത് അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കാസ്റ്റിംഗ് വോട്ട് ചെയ്യുന്നു. അപ്പൊ ഈ രീതിക്ക് അപ്രോച്ച് ചെയ്തിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ സുഗതൻ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. ഇവര് കൃത്യമായിട്ട് ആ മുനിസിപ്പൽ ആക്ട് പഠിച്ചില്ല എന്നാണ് എനിക്ക് പറയുന്നത്. എന്തായാലും സാർ, ഈ KS ഉദ്യോഗസ്ഥ നമ്മുടെ ഡോക്ടർ ചിത്ര പി അരുണിമയുടെ സസ്പെൻഷൻ അന്യായമാണ് എന്ന് നിയമം തലനാഴിക കീറി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മന്ത്രിയും മറ്റുമൊക്കെ അനാവശ്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് രാഷ്ട്രീയം കളിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥയുടെ മുറയിൽ തകർക്കുന്ന തരത്തിലേക്ക് ആ കളി ചെന്നെത്തി നിൽക്കുന്നു. ഇത് കേരളത്തിന്റെ ഈ ഭരണ സംവിധാനത്തിന് യോജിച്ചതല്ല, നമ്മുടെ കേരളത്തിന്റെ ആ രാഷ്ട്രീയ പാരമ്പര്യത്തിനും യോജിച്ചതല്ല എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും ഈ നിയമവശം വളരെ നന്നായി വിശകലനം ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് ഈ ഉള്ളി തൊലിക്കുന്നത് പോലെ തൊലിച്ച് ഈ കാര്യം വെളിപ്പെടുത്തി തന്ന അങ്ങേക്ക് വളരെയധികം നന്ദി. വീണ്ടും നമുക്ക് കാണാം. ഇത്തരം വിഷയങ്ങളിൽ അങ്ങയുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ തേടും. നന്ദി, നമസ്കാരം. നമസ്കാരം.